സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ ചോദിച്ചിട്ട് നമ്മൾ എതിരാളിയെ നമ്മൾ കളിക്കുന്ന ഇടയിൽ തന്നെ നമ്മൾ ഫ്രണ്ട് ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ പഴയ കാലത്തെ പ്ലേയേഴ്സിനൊക്കെ അറിയാം, ഇരുന്ന് നീക്കുക ചെയ്താലെന്നാണ് നമ്മൾ അദ്ദേഹത്തെ എതിരാളിയോട് ഫ്രണ്ട്ഷിപ്പായി എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പോൾ പഴയ ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാർക്ക് ഇത് എന്തായാലും തീർച്ചയായിട്ടും അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, ഇന്നത് ആരെങ്കിലും അറിയണ്ടോ നോക്കാനും. അപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്നതാണ് കളിച്ചത്. അപ്പോൾ എന്നെ അടിക്കണമെന്നില്ല. അപ്പോൾ അവന് സംഭവം അറിയാം, ഇപ്പോഴത്തെ പ്ലേയേഴ്സിനും അറിയാം, എന്നാലും പണ്ടത്തെ പ്ലേയേഴ്സിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അവനെ അടിക്കണമെന്നില്ല, അവൻ എൻ്റെ അടുത്തേക്ക് വന്ന് എതിരാളി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് ഇരുന്നാണ് കളിച്ച്. അപ്പോൾ ഞങ്ങൾ കളീൻ്റെ ഇടയ്ക്ക് ഫ്രണ്ടായിട്ടുണ്ട്. അപ്പോൾ ലോൺ വോൾഫിലാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും അവനെ അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴും പഴയ കാലത്തെ ഫ്രീ ഫയറിനെ ഓർമ്മിക്കുന്ന കുറേ പേര് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുപോലത്തെ മറ്റൊരു സംഭവമായിരുന്നു, ഫാക്ടറിയുടെ മുകളിൽ ഇറങ്ങിയിട്ട് പഞ്ച് ചെയ്തിട്ട് എതിരാളെ വീഴ്ത്താം. എന്നാൽ മറ്റേ കുത്തിക്കൊല്ലണ ക്യാരക്ടറൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഡെയിലി ഫാക്ടറിയുടെ മുകളിലൊക്കെ പോയി ഇറങ്ങും. അതൊക്കെ ഒരു കാലം. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി സോണ പിടിച്ച് ആവാൻ നോക്കി. അപ്പോൾ അവൻ സോണ പിടിച്ച് ചത്തിരുന്നു. അപ്പോൾ വിഷയമില്ല, എന്നാലും ഇപ്പോഴും പഴയ ഫ്രീ ഫയറിനെ പ്രേമിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത കൂടുതൽ വീഡിയോ ആയിട്ട് ഇനിയും വരും. നമ്മൾ BR CS മാച്ചുകളിലൊക്കെ നമ്മളെ ഫ്രണ്ടാക്കാൻ നോക്കുക ആളുകൾ. അപ്പോൾ അങ്ങനത്തെ ചലഞ്ച് ആയിട്ടൊക്കെ വരാം. അപ്പോൾ എല്ലാവരും സബ് ചെയ്ത് കൂടെ ഉണ്ടാവുക.